കോൺക്ലേവിന്റെ സ്വഭാവം എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ WCCയിൽ നിന്നടക്കം വരുന്ന അഭിപ്രായങ്ങൾ, WCCക്കൊപ്പം നിന്നവരിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ, അതൊന്ന് സർക്കാർ ആലോചിക്കേണ്ടതായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കോൺക്ലേവ് ആലോചിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് പുറത്ത് വന്ന ശേഷം, ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് എങ്ങനെയാണ്? WCC ആവശ്യപ്പെട്ട ശേഷമാണല്ലോ. അപ്പോൾ WCCയുമായി ഒരു ചർച്ച സർക്കാർ ആലോചിക്കേണ്ടതായിരുന്നല്ലേ? ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഒരു ഘട്ടത്തിൽ പോലും WCC എന്നൊരു വാക്ക് ഉച്ചരിച്ച് കേട്ടില്ല. സജീഷ്, അല്ല സ്മൃതി, ചില കാര്യങ്ങൾ പറയാനുള്ള അവസരം തരണം. ഏതായാലും ഇത്രയും നേരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, പലരും പലതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രീതിയിൽ തന്നെ വലിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകണം. ഒന്ന്, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഈ ഒരു സർക്കാരാണ് മുന്നോട്ട് വരുന്നതെന്നൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ നിയമപരമായ കോടതി വ്യവഹാരങ്ങളും നിയമപരമായ തടസ്സങ്ങളും മാത്രമായിരുന്നു ഈ റിപ്പോർട്ട് പബ്ലിക്കായി പുറത്തുവിടുന്നതിനുണ്ടായ തടസ്സമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ്റെ പ്രകാരം തന്നെ ഈ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായി തന്നെ ഗവൺമെൻറ് വിവിധങ്ങളായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആഭ്യന്തര പരിഹാര സമിതി ഏത് സ്ഥാപനത്തിലായാലും, ഇനി മാധ്യമങ്ങളിലായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും മറ്റ് തൊഴിലിടങ്ങളിലായാലും എല്ലാം ഉള്ളതുപോലെ തന്നെ ആഭ്യന്തര പരിഹാര സമിതി സിനിമാ രംഗത്തും ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഷാജി കരുൺ അധ്യക്ഷനായ കമ്മിറ്റി ഇതിൻ്റെ കരട് തയ്യാറാക്കാൻ വേണ്ടി രൂപീകരിച്ച് കഴിഞ്ഞു. ആ കരട് തയ്യാറാക്കിയിട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. മുൻവിധിയോടുകൂടി ഇന്ന ആളുകളാണ് പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഇന്ന പ്രശ്നമാണ് ഉയരാൻ വേണ്ടി പോകുന്നത് എന്നല്ല. അത് ജനാധിപത്യപരമായി തന്നെ കാര്യങ്ങൾ നടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിനെ കൂടി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ചിലപ്പോഴുണ്ടായേക്കാം. ആ ലക്ഷ്യം കൊണ്ട് പലരും പല കാര്യവും പറയുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും, അത് ജനാധിപത്യപരമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ജുഡീഷ്യൽ ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള ശുപാർശ ഇതിൻ്റെ ഭാഗമായി വരുന്നു. അത്തരം ശുപാർശകൾ ഉൾപ്പെടെ പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ഉന്നതനായാലും നടപടി സ്വീകരിക്കും. പരാതി ആര് നൽകിയാലും നടപടി സ്വീകരിക്കും. അതുപോലെ തന്നെ ശുപാർശകൾ ഗൗരവത്തോടുകൂടി തന്നെ നടപ്പിലാക്കുകയും ചെയ്യും. അതിനെ കുറച്ച് കാണാനോ അല്ല, പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ, വാചകം പറയട്ടെ. സജീഷ്, പരാതി ആര് നൽകും? സജീഷ്, ഈ മൊഴി നൽകുന്നത് അത്രയും ഭയന്നാണ് മൊഴി നൽകിയത്. ഇവർ ഓരോരുത്തരും ഇനി പരാതി നൽകാൻ വരണമെന്നാണ് സർക്കാർ പറയുന്നത്. ഒരു കാര്യം, ഇവിടെ പരാതിയായിട്ടും ഏത് രീതിയിലായിട്ടും പരാതിയായി ഉയർന്നു വന്ന വിഷയങ്ങൾ അതിനെല്ലാം കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു കേസിന് പറയാൻ വേണ്ടി പറ്റുമോ? ഇന്ത്യയിൽ തന്നെ ഇത്രയും പ്രമുഖനായിട്ടുള്ള ഒരു നടനെതിരായിട്ട് നടപടി സ്വീകരിച്ച, ജയിലിലടച്ച അനുഭവം എവിടെയാണുള്ളത്? ഇവിടെ കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ വന്ന് അഭിപ്രായം പറയുന്നതിൻ്റെ ഇടയിൽ തങ്ങളുടെ കാര്യം അങ്ങ് ലൈറ്റാക്കി പറഞ്ഞു പോകുന്ന രീതി ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞത്, ഏതോ ഒരു പ്രതിയെ പോയി കണ്ടു, കരഞ്ഞു എന്ന് പറയുന്നതാണോ പ്രധാനമെന്ന്? അല്ല, നമ്മൾ കാണേണ്ടതുണ്ട്. നിലപാടിന്റെ പ്രശ്നം അതിനകത്തുണ്ട്. പറയട്ടെ അത് സ്മൃതി മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഇടയിൽ കയറി വന്നിട്ട് ചില കാര്യങ്ങൾ ഉന്നയിച്ച് പോവുകയല്ലേ. അത്തരത്തിൽ ഒരു കാര്യം ഇതിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങൾക്ക് ചില ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി ചേർന്ന് എല്ലാവർക്കും പറ്റില്ല. നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടാണ് ഇത് ഇന്ത്യയിൽ തന്നെ നിങ്ങൾ അജണ്ട വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒറ്റ ലക്ഷ്യം പറഞ്ഞിട്ടായാലും എന്ത് പറഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ആ അജണ്ട മാത്രം വെച്ച് നടത്തുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ് നിങ്ങൾ വ്യക്തിപരമായി തന്നെ നടത്തുന്നത്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ ഗവൺമെന്റിന്റെ കാര്യത്തിലോ ഇടതുപക്ഷത്തിന്റെ കാര്യത്തിലോ ഒരു സമീപനം സ്വീകരിക്കും എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് താങ്കൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പോലും ഇവിടെ നിഷേധിക്കുന്നത്. നിയമപരമായി കൃത്യമായിട്ടുള്ള കാര്യം പോലും തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് ചർച്ചയിൽ ഉടനീളം ആവർത്തിക്കുന്നത്. താങ്കളുടെ ആ രീതിയുടെ ഭാഗമായിട്ടാണ്. നിയമപരമായി പരിശോധിച്ചാൽ താങ്കൾ പറഞ്ഞത് തെറ്റാണെന്ന് ആർക്കും ഈ സിനിമാ ലോകത്തെ നിയന്ത്രിക്കുന്നത്, അവരാണ് ഈ രംഗത്തെ മലീമസമാക്കുന്നത് എന്ന ഒരു കാര്യം ഈ റിപ്പോർട്ടിലില്ല എന്നാണോ സജീഷ് പറയുന്നത്? ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരാൾ ഈ മന്ത്രിസഭയിലുണ്ട് എന്ന് പറയുന്നത് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്.
ഈ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ 4.5 വർഷം മുമ്പ് കിട്ടിയതാണല്ലോ. ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം എങ്ങനെയാണ് അദ്ദേഹം മന്ത്രിയായത് എന്ന ചോദ്യമാണ് വരുന്നത്. ഇത്തരം ഒരു ചർച്ചയിൽ അവതാരിക എന്നുള്ള നിലയ്ക്ക് സ്മൃതി പറയുന്നുണ്ടെങ്കിൽ സ്മൃതി പറയൂ, ഞാൻ കേൾക്കാം, ഞാൻ ഒന്നും മിണ്ടില്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് റിപ്പോർട്ടിലുണ്ട് എന്ന് സ്മൃതി പറയൂ, ഞാൻ അംഗീകരിക്കാം, ഞാൻ കേൾക്കാം, എന്നിട്ട് മറുപടി പറയാം. ഒരു വ്യക്തിയുടെ മന്ത്രിയുടെ പേര് ഇതിലേക്ക് വലിച്ചേച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. താങ്കൾ പറയൂ, താങ്കൾ ആരോപണമായി വസ്തുതയായി ഉന്നയിക്കൂ, പറയൂ. സജീഷ്, സർക്കാരിന്റെ മുന്നിലാണ് ആ പേരുകളിലുള്ളത്. വേട്ടക്കാരുടെ പേരുകൾ സർക്കാരിന്റെ മുന്നിലാണുള്ളത്, ഞങ്ങളുടെ മുന്നിലല്ല. പറഞ്ഞു, അവർ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ പറയൂ, അല്ലാതെ ഒരു വ്യക്തിയുടെ പേരിൽ ആരോപണം ഉന്നയിക്കുകയാണോ? താങ്കൾ മാധ്യമ പ്രവർത്തകയാണോ, ആരോപണം ഉന്നയിക്കുന്ന ആളാണോ? സജീഷ്, താങ്കൾ ഇങ്ങനെ വലിയ രോഷം കൊണ്ടിട്ട് കാര്യമില്ല. ഈ സിനിമാ മേഖലയിലുള്ളവർ പറയുന്നതാണ് ആ പേര്. എനിക്ക് ഒരു രോഷമില്ല. ഞങ്ങൾ രോഷം കൊള്ളുകയാണ്, അങ്ങനെ പറയാണെന്നൊക്കെ പറയും. ബോധപൂർവമായി ഈ വിഷയത്തിനകത്ത് മന്ത്രിയുടെ പേര് കൊണ്ടുവരാൻ ഈ ആരോപണം ഉന്നയിച്ചത് സജീഷ്. പലരും ഉണ്ടാവുന്നേ. സജീഷ്, സിനിമാ മേഖലയിലുള്ളവരാണ് സജീഷ്. അതെ, ശത്രുതയുള്ള പലരും ഉണ്ടാവും, അവർ പലതും പറയും. ആ കൂട്ടത്തിൽ സ്മൃതി ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ശത്രുതയോ? ആരോട് ശത്രുത? ആരോട് ശത്രുത? സജീഷ് പറയൂ, അതൊന്ന് വ്യക്തമാക്കൂ. ആരോട് ശത്രുത? അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ശത്രുത. ഇവിടെ ഈ ചർച്ചയിൽ ഉന്നയിച്ചയാൾ അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ്. ഈ ചർച്ചയിൽ സജീഷ്, ഇങ്ങനെ ഇതിനെ വ്യക്തിപരമാക്കാതിരിക്കൂ. അഭിപ്രായം ഉണ്ടെങ്കിൽ പറയൂ, താങ്കൾ പറയൂ. അങ്ങനെ ഒരു വിഷയമില്ലാതെ സജീഷ് കേൾക്കൂ. ആ 15 അംഗ ക്രിമിനൽ സംഘത്തെ, മാഫിയ സംഘത്തിന്റെ പേര് പുറത്തു പറയാൻ സർക്കാർ തയ്യാറുണ്ടോ? ഈ സിനിമാ മേഖലയെ ഇങ്ങനെ മോശമായി നയിക്കുന്ന ഈ 15 അംഗ സംഘത്തിന്റെ പേരുകൾ സർക്കാരിന് മുന്നിലുണ്ട്, സർക്കാർ പുറത്തുവിടുമോ? ഞാനൊരു കാര്യം പറയാം സ്മൃതി, ഞാൻ പറയുന്ന വാചകത്തിന്റെ ഇടയിൽ എനിക്കത് പൂർത്തീകരിക്കണം. ഞാൻ സ്മൃതിയായിട്ട് തർക്കിക്കാനല്ലല്ലോ ചർച്ച. എന്താണ് പറഞ്ഞു വരുന്നത്? അതായത് സജീഷ്, ഇപ്പോൾ ജനം കാണുകയാണല്ലോ, ഞാൻ ഒച്ചയിടുന്നില്ല സജീഷ്, ഒറ്റ കാര്യം സ്മൃതി. സജീഷ്, ഇവിടെ സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും ചേർന്നതാണല്ലോ നമ്മുടെ ഈ ലോകം, അല്ലേ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ എത്ര ആത്മാർത്ഥതയുണ്ട് എന്ന ചോദ്യം വരുമ്പോൾ അതൊന്ന് ക്ലാരിറ്റിയോട് കൂടി മറുപടി തന്നാൽ മതി സജീഷ്. ഈ 15 അംഗ മാഫിയ സംഘത്തിന്റെ പേര് പുറത്തു വരണമെന്ന് സർക്കാർ ആലോചിക്കുന്നുണ്ടോ, അതോ അത് പുറത്തു വിടേണ്ടതില്ല? അല്ലാതെ നമുക്ക് വിപ്ലവകരമായ ആലോചനകളിലേക്ക് പോകാം, അവരെ കൂടി ഇരുത്തിക്കൊണ്ടൊരു ചർച്ച നടത്തി കാര്യങ്ങളിലൊക്കെ ശുദ്ധീകരിക്കാം എന്നതാണോ സർക്കാരിന്റെ ചിന്ത? ഇനി എനിക്ക് പറയാമെന്ന് കരുതുകയാണ്, എന്നിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ പറയുന്ന മറുപടി എൻ്റെ മറുപടിയാണ്, അത് പറയാനുള്ള അവകാശം ആർക്കുണ്ട്, അത് പറയട്ടെ. അതായത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു വിഷയത്തിൽ രാജ്യത്തിന് മാതൃകയായി തന്നെ ഇത്തരത്തിൽ അന്വേഷണവും കാര്യങ്ങളും എല്ലാം നടത്തി മുന്നോട്ട് പോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം ഒരുങ്ങിയത് തന്നെ കേരളത്തിൽ ഒരു നടി പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്, നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. അതിനകത്ത് ഇതുവരെ രാജ്യത്ത് കാണാത്ത രീതിയിൽ തന്നെ ഒരു പ്രമുഖ നടനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചു, ജയിലിലടച്ചു, നമ്മൾ കണ്ടതാണ്. ഇവിടെ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ആരാണ്? ആ നടൻ ജയിലിൽ നിന്ന് വന്നപ്പോൾ ഭൂരിപക്ഷമുള്ള നഗരസഭയിൽ കൊണ്ടുപോയി സ്വീകരണം ഒരുക്കിയവർ. അതേ സമയത്ത് IFFK നടക്കുമ്പോൾ മുഖ്യാതിഥിയായി ഇരയുടെ പക്ഷത്തുള്ള ഇരയെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന നിലപാടുകളുണ്ട്. വ്യത്യസ്തത എന്ന് പറയുന്നത് ഇവിടെ ജനാധിപത്യപരം. ആ ചോദ്യത്തിന്റെ മറുപടിയാണത്, ആ ചോദ്യത്തിന്റെ മറുപടിയാണ്. ആ രീതിയിൽ ജനാധിപത്യപരമായി തന്നെയാണ്. അതിനൊന്നുകൊണ്ടേ പറയാനാവൂ. ഒരു ചോദ്യത്തിന്റെ മറുപടി എന്ന് പറയുന്നത് അതിന്റെ മറ്റു സാഹചര്യങ്ങൾ കൂടി വെളിപ്പെടുത്തിക്കൊണ്ടേ പറയാനാവൂ. കോൺഗ്രസ് ചെയ്തു ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആവർത്തിച്ച് എത്ര തവണ, ഒരു 5 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്, രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ആണ്. അറിയാം, ഇതൊക്കെ നമ്മൾ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞതാണ് സജീഷ്. എൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ലല്ലോ. ഈ മാഫിയ സംഘത്തിന്റെ പേരുകൾ പുറത്തു വരുമോ ഇല്ലയോ എന്ന് ചോദ്യത്തിന് ഉത്തരമില്ലല്ലോ. സർക്കാരിന് അങ്ങനെ ആലോചനയുണ്ടോ? ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരു കാര്യം സ്മൃതി, താങ്കളൊന്ന് നിർത്തൂ. എത്ര പ്രാവശ്യമായി താങ്കൾ? എനിക്ക് കുഴപ്പമില്ല സജീഷ്, എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നാൽ മതി. പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നതാണ് ഇടപെടുന്നത്. സ്മൃതി, ഒരു കാര്യം, ഒരു ചോദ്യം പറയുമ്പോഴും ഉത്തരം പറയുമ്പോഴുമെല്ലാം അതിനടിസ്ഥാനമായ സാഹചര്യങ്ങളെ കൂടി സൂചിപ്പിക്കേണ്ടി വരും.
എത്ര തവണയാണ് ഒരേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ലക്ഷ്യം പറയുക? ഉണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട രീതിയിൽ തന്നെ എന്താണ് നിലപാട് എന്നുള്ള എനിക്ക് പറയേണ്ടി വരും. അതാണ് ഇടപെടല്ലേ, അതാണ് പറഞ്ഞത്. ഈ സാഹചര്യമുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഏത് നിലയിലാണോ ജനാധിപത്യപരമായി കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് അത് നിർവഹിക്കാൻ നല്ല ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. പിന്നെ അതിൻ്റെ ഭാഗമായി തന്നെ ഞാൻ എന്തുകൊണ്ട് നേരത്തെ നടൻ്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ തെറ്റായ രീതിയിൽ ആ കാര്യം ഈ ചർച്ചയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ വലിയ മാന്യന്മാരാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടു. അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്ന് പറയാനാണ് പറഞ്ഞത്. ഈ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. അതിനനുസരിച്ച് തന്നെയാണ് നിയമപരമായി പരിശോധിച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് എന്ന് നിയമം അറിയാവുന്ന ആളുകൾക്കറിയാം. പക്ഷേ ഇവിടെ ചിലർക്ക് VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതാണ് വേദവാക്യം അവതാരകനായി വന്ന് നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, നിയമപരമായി പരിശോധിച്ചോ. ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം, ഹേമ കമ്മിറ്റി ഉദ്ദേശിച്ചത് എന്ന്. രണ്ടാമത്തെ കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി ഒന്നുമല്ല, കമ്മിറ്റി കഴിഞ്ഞു, കമ്മിറ്റി ഇല്ല. പിന്നെ ആ കത്തിനെല്ലാം വില സർക്കാരിന്റെ നിലപാടിനാണ് വില. സർക്കാരാണ് പിന്നെ തീരുമാനിക്കേണ്ടത്. സജീഷ്, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.